നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ. ഇന്നും പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾ നശിപ്പിച്ചു. അക്രമത്തിനു പിന്നിൽ CPM എന്ന് കോൺഗ്രസ്. സർക്കാർ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഹൈക്കോടതി. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സമരം ചെയ്യരുതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശമുള്ള 8ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠ പുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. പാഠഭാഗം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോടതി. കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ASI NP സന്തോഷ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന്. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേത്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് BJP. ചുമരെഴുതി പത്മജ വേണുഗോപാൽ. മത്സരിക്കുന്ന കാര്യത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പത്മജ. മുഖ്യമന്ത്രിയും നടൻ മോഹൻലാലുമായുള്ള അഭിമുഖം ഇന്ന് വൈകിട്ട് ചാനലുകളിലും സാമൂഹ്യ മാധ്യമ പേജുകളിലും സംപ്രേഷണം ചെയ്യും. അഭിമുഖം ചിത്രീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. വിജിലൻസ് കോടതി പരിഗണിച്ചത് ദ്വാരപാലക ശില്പ കേസിലെ സ്വാഭാവിക ജാമ്യഹർജി. ജാമ്യം ലഭിച്ചാൽ KS ബൈജു നാളെ ജയിൽ മോചിതനാകും. കേരള സ്റ്റോറി 2 സിനിമാ ഹർജിയിൽ രാവിലെ അടിയന്തരവാദം കേൾക്കണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി തള്ളി. മുൻ നിശ്ചയിച്ച പ്രകാരം ഉച്ചയ്ക്ക് ശേഷം വാദം കേട്ട് ഉത്തരവ് പറയാമെന്ന് കോടതി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം തുടരുന്നു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ചർച്ചകളാണിന്ന്. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ സുരക്ഷ, സഹകരണം, വ്യാപാരം എന്നിവയിലെ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. തൃശൂർ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കോലം കയറ്റുന്നതിനിടെ ആന ഇടഞ്ഞു. തുമ്പിക്കൈ കൊണ്ട് കോലം കയറ്റുന്ന ആളെ ചുഴറ്റിയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പരിക്കേറ്റയാൾ അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. 2020 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായകം. സൂപ്പർ 8 പോരിൽ ഇന്ത്യയുടെ എതിരാളികൾ സിംബാബ്വെ. സെമി സാധ്യത നിലനിർത്താൻ വലിയ മാർജിനുള്ള ജയം അനിവാര്യം. സഞ്ജു സാംസൺ ഓപ്പണറായി ടീമിലെത്തിയേക്കും. T20 ലോകകപ്പിൽ നിന്ന് ആതിഥേയരായ ശ്രീലങ്ക പുറത്ത്. സൂപ്പർ 8ലെ 2ാം മത്സരത്തിൽ ന്യൂസിലൻഡിനോട് തോൽവി. പാകിസ്ഥാന്റെ സെമി സാധ്യത പരുങ്ങലിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.